ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മീനച്ചാറും കൂടി ഇടാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അച്ചാർ വേണ്ടവരുള്ളവർ ഓർഡർ ചെയ്യുക. കുറച്ച് ആൾക്കാരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്നാലും പോരാ, കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ. മീനച്ചാറും പറഞ്ഞോളോ. മീനച്ചാറൊക്കെ ഇട്ടിട്ട് ഒരു 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ അത് കാരണം അപ്പോൾ അതാ എനിക്കിത് അയക്കാനായിട്ട് DTDCയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ഇത്തിരി നേരത്തെ എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലും സമയത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ജോലി കഴിഞ്ഞ് പിന്നെ മീനും വാങ്ങിച്ചു. എന്നൊക്കെ പിറ്റേ ദിവസമുള്ളത് അമരപ്പയർ ഉപ്പേരി വയ്ക്കുക, അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. വന്ന് അത് കൊണ്ടുവയ്ക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ശ്രീകുട്ടൻ കഴിച്ച പ്ലേറ്റ് അവിടെ കിടക്കുന്നത്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ഓടിപ്പോയി കഴുകി വെക്കുന്നതാണ് കണ്ടത്. അവൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. 4 മണിക്ക് 5 മണിക്ക് ട്യൂഷന് പോകാറാകുമ്പോഴാവും ഫുഡ് കഴിക്കുക. അപ്പോൾ അത് തിരക്കാവുമല്ലോ അപ്പോഴേക്കും. അപ്പോൾ അവിടെ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ ഓടി വന്ന് കഴുകിയതാണ് കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴം എടുത്ത് വാട്ടിയിട്ട് അത് കഴിക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, അച്ചാറിൻ്റെ കൊറിയർ അയക്കണതിൻ്റെ പൈസയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്നാലല്ലേ ആ ഒരു തംബ്നെയിൽ കാണുമ്പോൾ കൂട്ടുകാർക്കൊക്കെ എടുത്ത് നോക്കാനും എല്ലാവർക്കും അത് എത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ സാധാരണ ഒരു ഡൈൻ ലൈഫിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമില്ല. പിന്നെ ഷോർട്ട് വീഡിയോയും ഇടാം. അതേപോലെ ഫിഷ് പിക്കിളിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഇടാം കേട്ടോ. നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് 2 or 3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക. നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന അതേ അച്ചാറിൻ്റെ ഡീറ്റെയിൽ, അതായത് ശരിക്കുള്ള റെസിപ്പി തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അത് കണ്ടോളാം. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പഴം കഴിക്കൽ കഴിഞ്ഞു. ഞാൻ പിന്നെ ഡ്രസ്സ് മാറാൻ നിൽക്കാത്ത ആരെങ്കിലുമൊക്കെ എന്തായാലും പറയും. അപ്പോൾ ഡ്രസ്സ് മാറാൻ നിൽക്കാത്ത ഇനി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സാധാരണ വൈകുന്നേരം കുളി കഴിഞ്ഞാൽ ടീഷർട്ടും പാൻറ്റൊക്കെ ഇടുക. അപ്പോൾ അതെനിക്ക് ആ ഒരു വേഷത്തിൽ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ഞാൻ കിടക്കണ നേരത്താണ് കുളിച്ചിട്ട് കിടക്കുക കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എല്ലാ ജോലികളും കഴിഞ്ഞ് കുളിച്ച് മുഷിയാത്ത ഡ്രസ്സിട്ട് കിടന്നാലാണ് എനിക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ അത് കാരണം അപ്പം ഞാൻ പിന്നെ അതിനിടയ്ക്ക് ഒരു ഡ്രസ്സും കൂടി മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വേഗം വീഡിയോ എടുക്കണതല്ലേ. അങ്ങനെ മീൻ വറക്കാൻ വെച്ചു, ചോറ് പകർത്തി. രാവിലെ സാമ്പാറും പയറും ഉപ്പേരിയായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ ഞാൻ പാല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവറ് പാല് മേടിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമായാലും പിന്നെയും ഒരു ദിവസത്തേക്ക് ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ എടുക്കില്ല. അത് കാച്ചിങ്ങാട്ട് ചെറു ചൂടോടുകൂടി 1 ടീസ്പൂണ് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും നമുക്ക്. പല്ലിക്കൊക്കെ 1 ടീസ്പൂൺ മതി കേട്ടോ. ചേട്ടൻ എനിക്ക് ആ പിറ്റേസ്ക്കുള്ള അമരപ്പയർ അരിഞ്ഞു തന്നു. ഞാൻ അതിനിടയ്ക്ക് പാത്രം കഴുകലും മീൻ അതിനിടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ടും പാത്രം കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങൾ കഴുകി ഒതുക്കിയാലാണ് അടുക്കള കാണാൻ നല്ലൊരു വൃത്തിയുള്ള. അപ്പോൾ ആദ്യത്തെ വന്നിട്ട് എന്നോട് പറയണ പാത്രം കഴുകുന്ന സീനൊന്നും കാണിക്കണ്ട, അവർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞു അവർക്കും കൂടി ഒരു മോട്ടിവേഷൻ അല്ലേ. നമ്മൾ വന്ന് വേഗം അങ്ങോട്ട് ജോലികൾ കഴിഞ്ഞ് പിന്നെ ഒരുത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഫോൺ നോക്കി അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ എന്തെങ്കിലും ജോലിയുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് പിന്നെ പതുക്കെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ടാ ഞാൻ പറയണത്, ഓടി വന്ന പണികൾ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കുമ്പോൾ എന്തോരം സമയം എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളോ വീഡിയോ കാണലോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ അഡ്രസ്സ് എഴുതി വയ്ക്കലോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ടിരിക്കും. അപ്പം അങ്ങനെ അടുക്കളയൊക്കെ ക്ലീനാക്കി ചോറെടുത്തു. സാമ്പാറും രാവിലത്തെ ഉപ്പേരിയും മീൻ വറുത്തതും കൂട്ടി അങ്ങനെ ചോറ് കഴിച്ചു കേട്ടോ. വൈകുന്നേരത്തേക്ക് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഇപ്പം ഇത്തിരി കുറവാണ്. ഗോതമ്പൊടി ഇരുന്നിരുന്ന് കേടായി തുടങ്ങി. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതന്നെയാകുമ്പോൾ ഇതൊക്കെ രാവിലത്തെ ബാലൻസ് ഉണ്ടാവും. പിന്നെയും രണ്ടാമത് ഒപ്പിക്കാനായിട്ട് നിൽക്കൽ ഇപ്പം ഇത്തിരി കുറവാണ് കേട്ടോ. 7 മണി 7:15 വരുന്നത്. പിന്നെയും ഓരോന്നോരോന്നും ഉണ്ടാക്കാൻ പറ്റില്ലോ. അതിനിടയ്ക്ക് നമ്മുടെ ശ്രീകുട്ടൻ്റെ യൂണിഫോം ഒന്ന് ഇറക്കം കുറയ്ക്കണം, പാൻറ്റും ഷർട്ടിൻ്റെ ഒക്കെ ഇറക്കം കുറയ്ക്കണം. അപ്പം അതിനിരുന്നാണ്. അപ്പോൾ 2-3 ദിവസമായി പറയണു ഞാൻ പിന്നാക്കം എനിക്കിങ്ങനെ ഷർട്ട് ഇറക്കം കുറയ്ക്കുന്നത് പാൻറ്റ് ഇറക്കം അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ നോക്കിയപ്പോൾ നല്ലവണ്ണം ഇറക്കം കൂടുതലുണ്ട്. എന്നാൽ പിന്നെ ശരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശരിയാക്കി. അതിനിടയ്ക്ക് വീണ്ടും മെഷീൻ ഒരു ദിവസം കേടായതായിരുന്നു. പിന്നെ ശരിയാക്കി അങ്ങനെ ശരിയാക്കാൻ പറ്റി കേട്ടോ. ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ 2 ദിവസത്തെ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് പനിയൊക്കെ മാറിയിട്ട് പനി പിടിച്ചു വിട്ടു. അതിനിടയ്ക്ക് നല്ല ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് അവസാനിപ്പിച്ച് പിന്നെ പോയി കിടന്നു. പിന്നെ കാര്യമായിട്ടുള്ള ജോലികൾ ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോൾ അതാ വിശപ്പിന് അവൽ നനച്ചു കേട്ടോ. ശർക്കര ഉരുക്കിയത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് ഇത്തിരി വെള്ളം കൂടി വെച്ചു. വെച്ചാൽ ഇത്തിരി ഒന്ന് അലിയുമ്പോഴാണ് വേഗം കഴിക്കാൻ പറ്റുക. അത് കാരണം കൊണ്ടാണ്. പിന്നെ എനിക്കിതിലേക്ക്
ഏലക്കായും ജീരകത്തിനേക്കാളൊക്കെ ഇഷ്ടം ഇത്തിരി ചുക്കുപൊടി ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. വെച്ചാൽ മധുരം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ മധുരം മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മധുരം വെച്ചാൽ ഇപ്പോൾ ജിലേബി കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, ഒരു പീസ് കഴിക്കും. അതുപോലെ ലഡു ഒരെണ്ണമൊക്കെ കഴിക്കും കേട്ടോ. കഴിക്കും മധുരം, പക്ഷേ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഇഷ്ടമില്ല. മധുരത്തിനോട് ഇഷ്ടം കുറവാണ്. അപ്പോൾ അതൊന്ന് ഇത്തിരി നേരം ഒന്ന് പൊത്തി വയ്ക്കും. അപ്പോൾ പിന്നെ ഒന്ന് കുതിർന്ന് കിട്ടിക്കൊള്ളൂ. പിന്നെ നമ്മുടെ അച്ചാറിട്ട നമ്മൾ സെയിൽ ചെയ്യാനിട്ട അച്ചാറുണ്ടല്ലോ, ആ അച്ചാറിട്ടപ്പോഴത്തെ കുറച്ച് നാരങ്ങകൾ ഇങ്ങനെ കുറേശ്ശെ കേടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വീട്ടിൽ ഉപയോഗിക്കാനുള്ള അച്ചാർ ഉണ്ടാക്കാമല്ലോ. ഇത് വഴറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ കുറേശ്ശൊക്കെ ചെയ്യുന്നതും കുത്തും അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടാണ്. അപ്പം ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞാൻ അലമാരി ഒതുക്കാൻ വന്നു. അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞ് ആകെ വലിച്ച് വാരി ഇട്ടൊക്കെയാണ്. എടുക്കാനായിട്ട് തുണികളൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സ് എപ്പോഴും മോൾ ഭാഗത്താണ് വയ്ക്കുക. എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടണം. ഇങ്ങനെ ഒതുക്കി വെച്ചാലും ആൾക്ക് കിട്ടില്ല. ഞാൻ വരേണ്ടി വരും ചിലപ്പോൾ. കുറേ പാൻറ്റ് ഷർട്ടൊന്നും ഇടാതെ ഇരിക്കും കേട്ടോ. അതൊക്കെ എന്താ വൈറ്റ് ഷെയ്ഡുള്ളതാ അല്ലെങ്കിൽ ചെളിയാകുമ്പോൾ അറിയണതാന്ന് പറഞ്ഞിട്ടാണ് ഈ ജോലിക്ക് മുമ്പ് ഇടാണ്ടിരിക്കുന്നത്. ആകെ 2 പാൻറ്റ് ഷർട്ടും മാത്രമേ ഇടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ എടുത്തേക്കും. എന്തിനാ എടുത്തേക്കണേന്ന് എനിക്കറിയില്ല. ഞാൻ പറയും 2-3 ദിവസമായാലും ഇട്ടിട്ട് അത് കളയാലോ നമുക്ക്. അത് പറഞ്ഞാലൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ അത് ഒതുക്കി വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ചുരിദാറുകളും ആകെ അലങ്കോലമായി ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ബാഗുകളിലാണ് കേട്ടോ ഞാൻ വയ്ക്കുക. ബാഗ് പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ല. നമ്മൾ പണ്ട് നമ്മുടെ ഓഫീസിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വന്നായിരുന്നു. ഇപ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ. അത് കാരണം അന്ന് കിട്ടിയതൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേയൊക്കെ കീറിപ്പോയി തുടങ്ങി. ഇനി ഇത് കീറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനില്ല കേട്ടോ. പിന്നെ നമുക്ക് ബോക്സുകളൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ അല്ലേ. അപ്പോൾ ചുരിദാറുകളൊക്കെ നല്ല ഭംഗിയിലൊന്നും ഞാൻ മടക്കി വയ്ക്കുന്നില്ല. എന്നാലും എന്താ വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ എടുക്കണതല്ലേ. അപ്പോൾ അത് കാരണം എന്നാലും നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടണം. ആ ഒരു ലെവലിലേക്ക് ഞാൻ എപ്പോഴും ഈ ബാഗുകളിലാക്കി വെക്കണത് എന്താ വെച്ചാൽ നമ്മൾ അലങ്കോലാക്കി ഇട്ടാലും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമല്ലോ. ഈ അലമാരിൻ്റെ ഉള്ളിൽ കുത്തി നിറഞ്ഞ് നമ്മൾ അലമാരി തുറക്കുമ്പോൾ ഇങ്ങോട്ട് വീഴണ പരുവൊന്നും ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നിൽ വെക്കുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെയാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പെട്ടിയിൽ ഈ ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ല, അടിയിൽ ഇങ്ങനെ ഒരു കെട്ട് പോലെ ഇട്ടിട്ട് ഒന്നിങ്ങനെ മറിച്ചിട്ടാൽ മതി. അപ്പോൾ നല്ല ബോക്സുകളായിട്ട് കിട്ടും. അങ്ങനെ കാർഡ്ബോർഡ് പെട്ടി നല്ലതൊക്കെ കിട്ടുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് കൊണ്ടുവരുന്ന കാർഡ്ബോർഡ് പെട്ടികളും എടുത്ത് നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബോക്സുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാത്ത കാരണം കൊണ്ട് കുറേയൊക്കെ കാട്ടിക്കളഞ്ഞു. കുറേ തീ കത്തിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ച് അങ്ങനെ കളഞ്ഞു. അത് കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ബോക്സുകളൊക്കെ ഒന്നുമില്ല. എന്നാലും ഇനി കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബോക്സുകളിലാവുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയിലിരിക്കും. ബാഗുകളിലാവുമ്പോഴേ ആകെ എന്താ പറയുക, ആൾ കുഴഞ്ഞു മറിഞ്ഞൊക്കെ അല്ലേ ഇരിക്കുള്ളൂ. ബോക്സുകളാകുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചതുരനായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കാരണം ബോക്സുകളിലാണ് എപ്പോഴും ഭംഗി. പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ അത്ര അധികം റേറ്റ് കാണുന്നില്ല. കുറേശ്ശെ ഓരോന്ന് വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ എൻ്റെ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരിയൊക്കെ ഒരു ബാഗിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ എന്തിനെങ്കിലും എടുക്കുമ്പോൾ ഏതാണെന്നൊന്നും ഒരു പിടിയില്ല. മിക്കതിനും ബ്ലൗസുകളില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഇനി സാധാ തുണി വാങ്ങിച്ച് ബ്ലൗസ് തയ്ക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇറങ്ങണം, കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് അച്ചാറുകളൊക്കെ കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായിട്ട് അങ്ങനെ ഇറങ്ങിയില്ല. ഈ ഞായറാഴ്ചയും വിചാരിക്കുന്നുണ്ട് ഇറങ്ങണം എന്ന് കേട്ടോ. നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞ വർഷത്തെയായിരുന്നു, ഇതൊക്കെ ഈ വർഷത്തെയാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം സെറ്റ് മുണ്ടുകളൊക്കെ ആയി, ഒരുവിധം കളറുകളൊക്കെ ആയി. ഇനിയൊരു ബ്ലാക്ക് കളറ് ഒക്കെ എടുക്കണമെന്നുണ്ട്. എനിക്കിങ്ങനെ പുളിയിലക്കര സെറ്റ് മുണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഓണത്തിന് 2 ദിവസം മുന്നേ പോയിരുന്നെങ്കിൽ അതൊക്കെ കിട്ടിയായിരുന്നേനെ. പക്ഷേ പറമ്പെന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിങ്ങാട് മൈതാനിയിലാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ പറമ്പിലേക്ക് പോവുക അങ്ങനെയാണ് പറയുക ശരിക്കും. വടക്കുന്നാഥൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ പോവുകയാണെങ്കിൽ വാങ്ങിക്കായിരുന്നു. സാധാ ബ്ലൗസുകളൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ ഓരോന്ന് ജോലിക്ക് പോകുമ്പോൾ ഒക്കെ മാറി കൊടുക്കുന്നത് അതൊരു ഭംഗിയായിരിക്കില്ലേ. ഈ ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കൊടുക്കാൻ കൊതിയാവുണ്ട് സത്യം പറഞ്ഞാൽ. അതൊക്കെ അടച്ചങ്ങനെ വെച്ചു. ഞാൻ പണ്ടൊരു പ്രാവശ്യമൊക്കെ സാരി ഇങ്ങനെ സാധാ പോലെ വെച്ചിട്ട് തുരുമ്പ് സാരിമിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പം ഞാൻ കടലാസ് ഇട്ട് അങ്ങനെയൊക്കെ വെക്കുള്ളൂ, അല്ലെങ്കിൽ ബാഗിലൊക്കെ വെക്കാറുള്ള തുണികൾ. പിന്നെ നേരെ വന്ന് ഇത് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചേട്ടാ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇത് സാധാ പോലെ ഇടണുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇത് വഴറ്റാൻ പറ്റില്ലല്ലോ, ഞാൻ പറയാം മുറിഞ്ഞതൊക്കെയാണ്. അപ്പോൾ ചീഞ്ചട്ടി എടുത്തിട്ട് ചെറുതായി കുറച്ച് എണ്ണ ഒഴിച്ച് ഒരിത്തിരി കടുകിട്ടൊന്ന് പൊട്ടിച്ച് ഒരു ഭംഗിക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഞാൻ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പിന്നെ നമ്മുടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കാശ്മീരി ഒന്നല്ല, സാധാ മുളക് പൊടിയാണ്. ഒന്ന് മൂപ്പിക്കും. അപ്പോൾ ഒരു കറുപ്പ് കളർ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്ക് അച്ചാറ് ചുവപ്പ് കളറിനേക്കാളും ഇഷ്ടം ബ്ലാക്ക് കളറാവുണ്ട്. അച്ചാറും അതേപോലെ ചിക്കനും
നോൺ വെജ് ഐറ്റംസൊക്കെ അങ്ങനെ തന്നെയല്ലേ ഭംഗി നമുക്കതാണ് ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നാറ്. പിന്നെ ഇതാ നമ്മുടെ അരിഞ്ഞ് വെച്ച നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് വഴറ്റിയെടുക്കണമെങ്കിൽ ചെയ്യാം. ഞാൻ പക്ഷേ അതിനൊന്നും നിന്നില്ല. ഉലുവയും കറിവേപ്പിലയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അച്ചാർ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാരങ്ങ ഇരുന്ന് ചീഞ്ഞ് പോവല്ലേ, അപ്പോൾ അതങ്ങനെ കളയുമ്പോൾ എനിക്കൊരു വിഷമമാണ് എന്ത് സാധനം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാത്തതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഫ്ലേവേർഡ് ഓയിൽ ഇരിക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ അത് കുറേശ്ശെ ഓരോ ടീസ്പൂൺ വീതം ഞാൻ ഒഴിച്ചു. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അപ്പോൾ അത് കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കാരണം അതും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതുപോലെ ഏലക്കായ, പച്ചമുളക് അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പച്ചമുളക് ഇപ്പോൾ ഫസ്റ്റ് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറും കൂടിയും വരും. അപ്പം ഞാൻ ഓയിലാണ് ഒഴിച്ചത്, അതും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു. അവസാനം കുറച്ച് കായപ്പൊടിയും കൂടി തൂകി കണ്ടിട്ട് അച്ചാർ അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ കൂട്ടുകാരെങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാറ്? അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ എനിക്കെന്താ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി തിങ്കളാഴ്ച ഒന്നില്ലെങ്കിൽ മീനച്ചാറിൻ്റെ റെസിപ്പി, അല്ലെങ്കിൽ സൺഡേ വ്ളോഗ്, കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഈ സൺഡേ പറയാമെന്ന് വിചാരിക്കണു. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 70K അടിക്കാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 1,00,000 സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, അതെന്തായാലും നടക്കണില്ല. അപ്പം നമുക്ക് എന്തായാലും 70K സെലിബ്രേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടി ചെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.